ഹോഗ്വാർട്സിലെ വിസാർട്സിന് മുമ്പേ, എക്സോസിസത്തിന്റെ മാനുവലിന് മുമ്പേ കേരളത്തിലും ഒരാളുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെ ഇടയിലെ ദൂരം കുറച്ച ആൾ, കടമറ്റത്ത് കത്തനാർ. നമ്മുടെ കഥ തുടങ്ങുന്ന 9-ാം നൂറ്റാണ്ടിലാണ്. അവിടെ ഒരു ചെറിയ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അനാഥനായ കൊച്ചു പൗലോസ്. അങ്ങനെ എടുത്തോക്കി വളർത്തിയതാണെങ്കിലോ ഒരു പെർഷ്യൻ പുരോഹിതൻ. അതുകൊണ്ട് തന്നെ മൂപ്പര് ഈ പേർഷ്യൻ മാസും ആചാരങ്ങളും ഒക്കെ ഒപ്പം പഠിച്ചുപോയി. എന്നാൽ ഒരിക്കൽ തന്റെ ആടുകളെ പുലി പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അത് നോക്കാൻ പോയ പൗലോസിനെ കാട്ടി കാണാതെ എത്ര തപ്പിയിട്ട് ആടുകളെ അല്ലാതെ മറ്റൊന്നിനും കിട്ടിയില്ല. എന്നാൽ പൗലോസ് എന്ന് കേട്ടതോ കാട്ടിന്റെ ഉള്ളിലെ കുറെ നരഭോജികൾക്ക് മുമ്പ്. പക്ഷെ അവര് പൗലോസിനെ ഒന്നും ചെയ്തില്ല. പകരം മൂപ്പർക്ക് കുറെ പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് ഓടിത്തിരിഞ്ഞ് നാട്ടിലെത്തിയത് കൊച്ചു പൗലോസ് അല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് എത്തിയത് കടമറ്റത്ത് കത്തനാരായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ പൗലോസ് തന്നെയായിരുന്നു നാട്ടിലെ എല്ലാ വിചിത്ര സംഭവങ്ങളുടെ ഉത്തരം. ആ പള്ളിയിൽ നിന്ന് പട്ടം കിട്ടിയതിനു ശേഷം കടമറ്റ കത്തനാർ ഒരു വലിയ മാന്ത്രികൻ തന്നെയായി. ഒരിക്കൽ ബിഷപ്പിന് മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു മുന്തിരി ചെടി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ മുന്തിരികൾ ഉണ്ടാക്കി നാടിനെ വിറപ്പിച്ച പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഒക്കെ പാതാളക്കിണറിൽ ഒതുക്കി പേരുകേട്ട കള്ളിയങ്കാട്ട് നീലിയെ വേറെ പ്രാർത്ഥനകളും മാത്രം ഒതുക്കി. ഇന്നും മൂപ്പർ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ചങ്ങലകൾ ഇപ്പോഴും പള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കഥകളെല്ലാം കൊട്ടാരത്തിൽ ചങ്കനയുടെ ഐതിഹ്യമാല കാരണമാണ് ഇമ്മോർട്ടലൈസ് ആക്കിയത്. പക്ഷെ അപ്പോഴും കുറെ മൂവീസ് ആൻഡ് സീരീസ് റെഫറൻസുകൾ ഉണ്ട് നമ്മുടെ കത്തനാരെ പറ്റി. 1966 പിന്നെ അതിന്റെ റീമേക്ക് ആക്കിയ 1984 ഇറങ്ങിയിട്ടുള്ള കടമറ്റ് കത്തനാർ മൂവി, 2004 കടമറ്റ് കത്തനാർ സീരിയൽ, അതിപ്പോഴും ഒരുമിക്ക പേരുടെ ഫേവറേറ്റ് ആയും. ആൻഡ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകയെ പറ്റി പറയുമ്പോൾ ലോക യൂണിവേഴ്സിലെ കത്തനാറിന്റെ സ്ഥാനം വളരെ വലുത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കടമറ്റത്ത് കത്തനാർ കാട്ടിൽ ആക്ച്വലി വഴി തെറ്റിയിട്ട് എത്തുന്ന ഈ മാലായന്മാർ, അതായത് നരഭോജികൾക്ക് മുമ്പിൽ എത്തുന്നതിന് പകരം ലോക യൂണിവേഴ്സിൽ മൂപ്പർ ആക്ച്വലി എത്തിപ്പെടുന്നത് വേറെ ആരുടെയും മുമ്പിലാണെങ്കിലോ, മൂത്തോന്റെ മുമ്പിലാണെങ്കിലോ, ചിലപ്പോ മൂത്തോനാണെങ്കിലോ കടമറ്റത്ത് കത്തനാർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആയിക്കൂടെ ഈ ഭൂതത്തെയും കളിയങ്കാട്ട നീലിനെയും ചാത്തനെയും ഒടിയനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കടമറ്റത്ത് കത്തനാർ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് മൂത്തോന്റെ ഒപ്പം നിൽക്കുന്നത്. വി ഡോണ്ട് നോ. നാടോടി കഥകൾക്കപ്പുറം കടമറ്റത്ത് കത്തനാര് ഭാവനയുടെ ശക്തി എന്നത്തോളം ഉണ്ടോ അതുവരെ മൂപ്പർക്കൊരു അവസാനമല്ല. പള്ളികളിലും കാടുകളിലും സിനിമാ തിയേറ്ററിലും നമ്മുടെ വീട്ടിലെ ടിവികളിലും ലാപ്ടോപ്പിലും ഫോണുകളിലും എല്ലാം നമ്മൾ ഈ കഥകൾ കേൾക്കുന്നിടത്തോളം ഇതെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. ആസ് എ റിമൈൻഡർ that legends are born where beliefs refuse to fade. And in the other side, this is Devika signing off.